ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ +2 പഠനത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാം ആയിട്ടുള്ള CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിലെ മാത്തമാറ്റിക്സിലെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രൽസിനെ കുറിച്ചാണ്. സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേഷന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് പറയാം. ഇറ്റ് ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിഫറൻഷിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ് എന്ത്? ഇന്റഗ്രേഷൻ. വി നോ ദാറ്റ് ഡിഫറൻഷിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫങ്ഷൻസ്. നമുക്കറിയാം ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ആൻഡ് ഇന്റഗ്രേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഇന്റഗ്രേഷൻ. ടു റെപ്രസെന്റ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്, ദ ഇന്റഗ്രൽ സിമ്പിൾ, ദിസ് സിമ്പിൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. നമുക്കൊരു എഫ് എന്നുള്ള ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവിനെ, അതായത് ഇന്റഗ്രലിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. ദി ആന്റി ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് റെപ്രസെന്റഡ് ആസ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മുടെ കയ്യിൽ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന്റെ ആന്റി ഡെറിവേറ്റീവ്, അതായത് ഇന്റഗ്രൽ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയാണ്: ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ ഡി എക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എക്സ് എന്നുള്ള വേരിയബിൾ ആണ് നമ്മൾ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷന്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. ഈ കോൺസ്റ്റന്റിനാണ് നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ആൻസറിൽ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് 2x² + 3, മറ്റൊന്ന് 2x² + 5. ഞാൻ ഈ ഫംഗ്ഷൻ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? നമുക്കറിയാം 2x² ഡെറിവേറ്റീവ് 2 × x², 2x + 3ന്റെ ഡെറിവേറ്റീവ് 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? 2 × 2x എന്ന് പറയുമ്പോൾ 4x. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 4x ആണ്. ഇനി ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2 × x² ഡെറിവേറ്റീവ് 2x + 5 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് 0. 2 × 2x എന്ന് പറയുമ്പോൾ 4x. അപ്പൊ നോക്കൂ, ഈ രണ്ട് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താണ്? 4x ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കിട്ടിയ ആൻസറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടും. അപ്പൊ നോക്കൂ, എനിക്ക് ഇവിടെ കിട്ടിയ ഡിഫറൻഷിയേഷനിൽ കിട്ടിയ ആൻസറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടണം. നോക്കൂ, ഇത് രണ്ടും ഒരേ ഫംഗ്ഷൻ ആണ്. ഈ രണ്ട് ഫംഗ്ഷനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് ഒരേ ഫംഗ്ഷൻ ആണ് കിട്ടേണ്ടത്. നോക്കൂ, ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 4x dx ആരായിരിക്കും കിട്ടുന്നത്? 2x² + 5. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 4x dx കിട്ടുന്നത് 2x² + 3. പക്ഷെ നമുക്കറിയാം സെയിം ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒരേ ഒരു ആൻസർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ രണ്ട് ആൻസർ ആണ്. അത് എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് ആൻസർ ആയത്? ഇവിടെ രണ്ട് ആൻസർ ആവാനുള്ള റീസൺ എന്താണ്? ഈ കോൺസ്റ്റന്റ് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്കറിയില്ല ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് കോൺസ്റ്റന്റ്, ഒന്നുകിൽ 3 ആയിരിക്കാം അല്ലെങ്കിൽ 5 ആയിരിക്കാം. അപ്പൊ അത് ഏതാണ് നമുക്ക് അറിയില്ല. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ആൻസറിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, 2 types ഓഫ് ഇന്റഗ്രൽസ്. നമുക്ക് രണ്ട് ടൈപ്പ് ഇന്റഗ്രൽസ് ഡിസ്കസ് ചെയ്യാനുണ്ട്: ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇനി എന്താണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. Indefinite integrals are defined without upper and lower limits. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇല്ലാതെ നമ്മൾ ഇന്റഗ്രൽസിനെ ഡിഫൈൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്: ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റഗ്രേഷന്റെ ഈ സൈനിന്റെ താഴെയും മേലെയും എന്തുണ്ടാവില്ല? ലിമിറ്റ്സ് ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് ഈ ഇന്റഗ്രൽ ഒരു സൈൻ മാത്രം ഉണ്ടായിരിക്കും. ഈ ടൈപ്പ് ഇന്റഗ്രൽ നമ്മൾ എന്ത് പറയും? ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയും. ഇനി നമ്മൾ ഏത് ഫംഗ്ഷനെയാണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആ ഫംഗ്ഷനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രാൻഡ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ആണ് ആര്? ഇന്റഗ്രാൻഡ്.
നെക്സ്റ്റ് ഇന്റഗ്രേഷനിലെ സം ആൻഡ് ഡിഫറൻസ് റൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷനുണ്ട്, എഫും ജിയും. ഇനി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അത് എന്തിന് ഈക്വൽ ആണ്? ആദ്യം നമ്മൾ എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, പിന്നെ ജിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതേപോലെ നമ്മൾ എഫ് ഓഫ് എക്സ് നിന്ന് ജി ഓഫ് എക്സ് സബ്ട്രാക്ട് ചെയ്തു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അത് എന്തിന് ഈക്വൽ ആണ്? എഫിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, ജിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, എന്നിട്ട് എഫ് നിന്ന് ജി സബ്ട്രാക്ട് ചെയ്തു. ഇനി ഇന്റഗ്രേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫോർമുല ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ പ്ലസ് സി, എൻ നോട്ട് ഈക്വൽ ടു മൈനസ് വൺ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ്. എനിക്ക് എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാം? എക്സ് ചെയ്താൽ ഇവിടെ നോക്കൂ, ഇവിടെ എൻ ആണെങ്കിൽ ഇവിടെ എൻ പ്ലസ് വൺ പവർ ഒന്ന് കൂട്ടുക, എന്നിട്ട് അതേ പവർ എൻ പ്ലസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു ത്രീ ആണെങ്കിൽ എക്സ് റേസ് ടു ത്രീ പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ പ്ലസ് സി. ഇതാണ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. നോക്കൂ, നമ്മുടെ ആൻസർ എന്തായിരിക്കും? എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ പ്ലസ് സി. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷനിൽ n മൈനസ് വൺ ആവരുത്. നെക്സ്റ്റ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഇക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി. കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് ആയിരിക്കും. അതേപോലെ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് പ്ലസ് സി. സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് ആയിരിക്കും. അതേപോലെ ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. സീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ടാൻ എക്സ് ആയിരിക്കും. സോ ഇനി പറയാൻ പോകുന്ന എല്ലാ ഫോർമുലാസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഫോർമുലാസ് ആണ്. ഇന്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു സീക് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കോസീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഡി എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് വൺ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു minus cosec inverse x plus c. Integral dx by 1 plus x square equal to minus cot inverse x plus c. Integral e raised to x equal to e raised to x plus c. Integral a raised to x dx equal to a raised to x by log a plus c. Integral dx by x into root of x square minus 1 equal to sec inverse x plus c. Integral dx by x into root of x square minus 1 equal to minus cosec inverse x plus c. Integral 1 by x dx equal to log mod x plus c. Integral log x dx equal to x log x minus x plus c. Properties of integration. Indefinite integrals in the important properties are we discuss. First property, integral of f of x plus or minus g of x dx equal to integral f of x dx plus or minus integral g of x dx. നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, f of x ഉം g of x ഉം. ഇത് നമ്മൾ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അത് എന്തിന് ഈക്വൽ ആണ്? രണ്ടിനെയും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും. നെക്സ്റ്റ് ഇന്റഗ്രൽ k into f of x dx equal to k into integral f of x dx where k is any real number. നമ്മുടെ ഫംഗ്ഷന്റെ കൂടെ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഈ കോൺസ്റ്റന്റ് നമ്മൾ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് വെക്കുക, എന്നിട്ട് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് ഇഫ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ആ രണ്ട് ഫംഗ്ഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 0 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫംഗ്ഷന്റെയും ഇന്റഗ്രലിന്റെ വാല്യൂസ് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ഇന്റഗ്രൽ ഓഫ് k1 f1 of x plus k2 f2 of x plus etc plus kn fn of x dx equal to k1 into integral f1 of x dx plus k2 into integral f2 of x dx plus kn into integral fn of x dx plus c, where c is the constant of integration.
ഈ ഒരു പ്രോപ്പർട്ടിയുടെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക് ഇതാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇനി ഈ ഫങ്ഷൻസിനെ എന്തെങ്കിലും കോൺസ്റ്റന്റ് കൊണ്ടൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്തു. ഇനി ഇവിടെ വേണമെങ്കിൽ മൈനസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഒറ്റ ഫംഗ്ഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫംഗ്ഷനും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡ് ആണ് ഡീകോമ്പോസിഷൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. തേർഡ് മെത്തേഡ് ഇന്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻസ്. ആൻഡ് ലാസ്റ്റ് മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ് ഡീകോമ്പോസിഷൻ മെത്തേഡ്. The functions can be decomposed into a sum or difference of functions whose individual integrals are known. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസിന്റെ സം ആയിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റാം. അതേപോലെ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷൻസിന്റെയും ഇന്റഗ്രൽസ് നമുക്ക് അറിയുകയും വേണം. ഈ കേസിലാണ് നമ്മൾ ഡീകോമ്പോസിഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. The given integrand will be algebraic, trigonometric or exponential or a combination of these functions. നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ അതാണല്ലോ ഇന്റഗ്രാൻഡ്. ആ ഫംഗ്ഷൻ ഒന്നുകിൽ എന്താവാം? ആൾജിബ്രായിക് ഫംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ആവാം, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ആവാം, അല്ലെങ്കിൽ ഇത് മൂന്നിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. Suppose we need to integrate x square minus x plus 1 divided by x cube. നമുക്ക് ഈ ഫംഗ്ഷനാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. We decompose the functions as, നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഡീകോമ്പോസ് ചെയ്യാം. നോക്കൂ, ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഡി എക്സ് ഈക്വൽ ടു, നോക്കൂ നമുക്ക് ഈ ഫംഗ്ഷനാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഈ എക്സ് ക്യൂബ് എന്നുള്ളത് ഇവിടുത്തെ മൂന്ന് ആളുടെയും ഡിനോമിനേറ്റർ ആണ്. ഇനി നമ്മൾ ഇതിനെ ഡീകോമ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ്. ഓക്കെ, അതുപോലെ ഈ മൈനസ് സൈൻ ഇവിടെ ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് എക്സ് ബൈ എക്സ് ക്യൂബ്. ഓക്കെ, അതേപോലെ ഈ പ്ലസ് സൈൻ ഇവിടെ ഉണ്ട്. അതേപോലെ 1 ബൈ എക്സ് ക്യൂബ്. ഓക്കെ, ഇനി ഇന്റഗ്രേഷന്റെ സം റൂൾ അല്ലെങ്കിൽ ഡിഫറൻസ് റൂൾ നമുക്കറിയാം. ഇത് മൂന്ന് ടേം ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മൂന്നിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇന്റഗ്രൽ ഫസ്റ്റ് ഇവിടെ എക്സ് സ്ക്വയറിലും എക്സ് ക്യൂബിലും 2x നമ്മൾ കട്ട് ചെയ്യാം. മേലെന്ന് 2x താഴ്ന്ന് 2x കട്ട് ചെയ്യുമ്പോൾ ഇത് 1 ബൈ എക്സ് ഡി എക്സ് എന്നാവും. അതേപോലെ ഇവിടെ എക്സ് ബൈ എക്സ് ക്യൂബിൽ മേലെന്ന് ഒരു എക്സും താഴ്ന്ന് ഒരു എക്സും കട്ട് ചെയ്യുമ്പോൾ 1 ബൈ എക്സ് സ്ക്വയർ ആവും. ഓക്കെ, അതേപോലെ ഇവിടെ 1 ബൈ എക്സ് ക്യൂബിൽ നമുക്കൊന്നും കട്ട് ചെയ്യാനില്ല, നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മൂന്നിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരിക്കും? നോക്കൂ, ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. ഇത് നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ മൈനസ് ഞാൻ ഇട്ടു. നമുക്ക് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. എനിക്ക് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയറിനെ എനിക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഡിനോമിനേറ്ററിലെ 2നെ ഞാൻ ന്യൂമറേറ്ററിലേക്ക് എടുത്തു, മൈനസ് ഇട്ടു. നോക്കൂ, ഇത് നമുക്ക് പവർ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? എക്സിന്റെ പവറിലേക്ക് 1 കൂട്ടി അതേ പവർ താഴെ എഴുതി പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നോക്കൂ, എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -1 ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് എന്ന് പറയുമ്പോൾ -1 പ്ലസ് സി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ ഈ മൈനസ് ഇവിടേക്ക് എടുക്കാം. സോ മൈനസ് ഓഫ് എക്സ് റേസ് ടു -1 പ്ലസ് സി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് മൈനസ് ഈ എക്സ് റേസ് ടു -1നെ 1 ബൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്? -1 ബൈ എക്സ് പ്ലസ് സി. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ സെക്കൻഡ് ടേമിന്റെ -1 ബൈ എക്സ് പ്ലസ് സി. ഇനി ഇവിടെ ഒരു പ്ലസ് ഇന്റഗ്രൽ 1 ബൈ എക്സ് ക്യൂബ് ഡി എക്സ് ഉണ്ട്. നോക്കൂ, അപ്പൊ ഇന്റഗ്രൽ 1 ബൈ എക്സ് ക്യൂബ് ഡി എക്സ് നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇതിനെ ഞാൻ പവർ റൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് റേസ് ടു -3 ഡി എക്സ് എന്ന് എഴുതി. പവർ റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിന്റെ പവറിലേക്ക് 1 ആഡ് ചെയ്തു, അതേ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് സി കിട്ടും. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? നോക്കൂ, എക്സ് റേസ് ടു
-3 പ്ലസ് എന്ന് പറയുമ്പോൾ -2 ഡിവൈഡഡ് ബൈ -3 പ്ലസ് എന്ന് പറയുമ്പോൾ -2 പ്ലസ് സി. ഓക്കെ, നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? സോ മൈനസ് ഇവിടെ ഞാൻ ഇട്ടു, ഈ ഡിനോമിനേറ്ററിൽ ഈ 2 ഉണ്ട്. ഓക്കെ, നമുക്ക് എക്സ് റേസ് ടു -2നെ എക്സ് റേസ് ടു 2 എന്ന് എഴുതിയിട്ട് റെസിപ്രോക്കൽ ആക്കി എഴുതിയാൽ മതി. എന്ന് പറയുമ്പോൾ -1/2x². ഇനി ഇവിടുത്തെ പ്ലസ് സി ഞാൻ ഇട്ടു. നമ്മൾ ഇതിന്റെ ആൻസർ എന്താണ്? -1/2x² പ്ലസ് സി. അപ്പൊ ഇവിടെ -1/2x² പ്ലസ് സി. ഇനി ആൻസറിൽ ഇവിടെ 3 കോൺസ്റ്റന്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് കോൺസ്റ്റന്റിന് C1, നെക്സ്റ്റ് C2, അടുത്തതിന് C3 എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ലോഗ് മോഡ് എക്സ് പ്ലസ്, നമുക്ക് ഈ മൈനസ് എന്താവും? ഞാനിവിടെ പ്ലസ് എന്ന് എഴുതി. ഓക്കെ, നമുക്ക് ഇവിടെ 1/x ഉണ്ട്. സോ 1/x. ഇനി ഇവിടെ പ്ലസും മൈനസും എന്താവും? മൈനസ് ആവും. -1/2x². ഇനി നോക്കൂ, ഇവിടെ ഒരു C1 എന്നുള്ള കോൺസ്റ്റന്റ് ഉണ്ട്, പ്ലസ് C2 ഉണ്ട്, പ്ലസ് C3 ഉണ്ട്. 3 കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, C1, C2, C3. അത് നമുക്ക് ആഡ് ചെയ്ത വേറൊരു കോൺസ്റ്റന്റ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് പ്ലസ് സി എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ലോഗ് മോഡ് എക്സ് പ്ലസ് 1/x മൈനസ് 1/2x² പ്ലസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. The integration by substitution method lets us change the variable of integration so that the integrand is integrated in an easy manner. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇന്റഗ്രാൻഡിനെ, അതായത് ഫംഗ്ഷന്, അതിലെ വേരിയബിൾ നമുക്ക് മാറ്റിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യുന്ന മെത്തേഡ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന്റെ ഐഡിയ എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഈ രൂപത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അതായത് ഇന്റഗ്രൽ f(g(x) into g'(x) dx. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ ഇവിടെ g(x) ഉണ്ടായിരിക്കും, അതിന്റെ ഡെറിവേറ്റീവ് g'(x) നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്റഗ്രൽ cos of x² into 2x dx. ഇവിടെ നോക്കൂ, x² എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 2x ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഇത്തരം കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതാണ്. നമ്മൾ തന്നിരിക്കുന്ന g(x) നെ u എന്ന് പുട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ u ഈക്വൽ ടു g(x) നെ നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിൽ കംപ്ലീറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? du/dx ഈക്വൽ ടു, നോക്കൂ, ഈ ഫംഗ്ഷന് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ g'(x) എന്ന് വരും. ഇനി നോക്കൂ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ du നെ അവിടെ നിർത്താം, ഈ dx നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. du ഈക്വൽ ടു g'(x) dx. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്തായിട്ട് മാറും? ഇവിടുത്തെ ഈ g'(x) dx ഇതാ, ഈ g'(x) dx കംപ്ലീറ്റ് എന്തായിട്ട് മാറും? അത് du എന്നായിട്ട് മാറും. ഓക്കെ, ഈ f(g(x) എന്തായിട്ട് മാറും? f(g(x) u എന്നായിട്ട് മാറും. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് എക്സിലുള്ള ഫംഗ്ഷൻ കംപ്ലീറ്റ് പുതിയ വേരിയബിളിലേക്ക് കൺവേർട്ട് ആവും. എക്സാമ്പിൾ, ലെറ്റ്സ് ഫൈൻഡ് ദ ഇന്റഗ്രൽ ഓഫ് f(x) equal to sin of mx using substitution. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഇവിടുത്തെ mx ന് t എന്ന് പുട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ പുട്ട് ചെയ്യാം. ഞാൻ ഇവിടെ t എന്ന് പുട്ട് ചെയ്തു. ലെറ്റ് mx equal to t. ഇത് നമുക്ക് ഇങ്ങനെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് എക്സിൽ നമ്മൾ ഈ കംപ്ലീറ്റ് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് mx equal to t എന്നാണ്. നമ്മളിതാ രണ്ട് സൈഡിലും x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ d/dx ഓഫ് mx equal to d/dx ഓഫ് t. ഓക്കെ, സോ mx equal to t എന്നുള്ള ഇക്വേഷനെ ഞാൻ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്തു. നോക്കൂ, ഇവിടെ m കോൺസ്റ്റന്റ് ആണ്, m നെ ഞാൻ പുറത്ത് വെച്ചു. പിന്നെ dx/dx ഈക്വൽ ടു ഇവിടെ dt/dx. സിമ്പിൾ ആയിട്ട് dx/dx അത് 1 ആണല്ലോ. സോ m ഈക്വൽ ടു dt/dx. സോ നമുക്ക് എന്ത് കിട്ടി? m ഈക്വൽ ടു dt/dx എന്ന് കിട്ടി. സോ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ സൈൻ mx നെയാണ്, dx ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ. നോക്കൂ, mx ന് നമ്മൾ എന്താണ് പുട്ട് ചെയ്തത്? mx നമ്മൾ t എന്ന് പുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ mx നമ്മൾ t എന്ന് കൊടുക്കാം. നോക്കൂ, dx എന്തായിരിക്കും? നോക്കൂ, ഇവിടെ നമുക്ക് dx നെ, നോക്കൂ, ഈ dx നെ എങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, m നെ എങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? dx ഈക്വൽ ടു, ഈ dx നെ എങ്ങോട്ടേക്ക് എടുത്തു,
എമ്മിനെ താഴോട്ടേക്ക് ഡിവൈഡ് ചെയ്തു. സോ ഡി ടി ബൈ എം എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡി എക്സിന് പകരം എന്ത് കൊടുക്കാം? ഡി ടി ബൈ എം എന്ന് കൊടുക്കാം. ഡി ടി ബൈ എം. ഇത് നോക്കൂ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എന്തിലേക്ക് മാറി? ഇതാ നോക്കൂ, കംപ്ലീറ്റ് എക്സിലുള്ള ഇക്വേഷൻ കംപ്ലീറ്റ് ടിയിലേക്ക് മാറി. ഇങ്ങനെ പുതിയ വേരിയബിളിലേക്ക് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് 1/m എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ആ 1/m നെ ഞാൻ പുറത്തെടുത്തു. ഇനി ഇന്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് മാറി. ഇത് നോക്കൂ, നമുക്കറിയാം 1/m ഇൻറ്റു സൈൻ ടിയുടെ ഇന്റഗ്രൽ നമുക്കറിയാം മൈനസ് കോസ് ടി ആണ്. സോ ഇൻറ്റു മൈനസ് കോസ് ടി പ്ലസ് സി. നമുക്ക് ആൻസറിൽ ഒരു പ്ലസ് സി ആഡ് ചെയ്യാം. നമുക്ക് ഈ മൈനസിനെ വേണമെങ്കിൽ ആദ്യത്തിലേക്ക് വെക്കാം. സോ മൈനസ് 1/m ഇൻറ്റു കോസ് ടി പ്ലസ് സി. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഉള്ള വേരിയബിൾ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് എക്സ് ഉള്ള വേരിയബിൾ ആണ്. അപ്പൊ നോക്കൂ, നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്യാം. സോ മൈനസ് 1/m ഇൻറ്റു കോസ്, ഇവിടെ നമുക്ക് ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പുട്ട് ചെയ്ത വാല്യൂ തിരിച്ചു കൊടുക്കാം. നമ്മൾ ടിക്ക് എം എക്സ് ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമുക്ക് ആ ടിക്ക് എം എക്സ് തിരിച്ചു കൊടുക്കാം. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? മൈനസ് 1/m ഇൻറ്റു കോസ് ഓഫ് എം എക്സ് പ്ലസ് സി. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കോട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. ഇന്റഗ്രേഷന്റെ തേർഡ് മെത്തേഡ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനി നമ്പർ വിച്ച് ക്യാൻ ബി ഈസിലി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ സച്ച് ദാറ്റ് പി ആൻഡ് ക്യൂ ആർ ഇന്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 ഈസ് നോൺ ആസ് എ റാഷണൽ നമ്പർ. പി ബൈ ക്യൂ ഫോമിൽ എഴുതുന്ന നമ്പേഴ്സിനാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് റാഷണൽ നമ്പർ എന്ന് പറയും. പിയും ക്യൂവും ഇന്റിജേഴ്സ് ആയിരിക്കണം. ക്യൂ എന്നുള്ള നമ്പർ 0 ആവാൻ പാടില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1/2 ഇതൊരു റാഷണൽ നമ്പർ ആണ്. -7/5 ഇത് മറ്റൊരു റാഷണൽ നമ്പർ ആണ്. ഇപ്പൊ 2 എന്നുള്ളത് ഒരു റാഷണൽ നമ്പർ ആണ്, കാരണം 2 എനിക്ക് 2/1 എഴുതാം. ഓക്കെ, 2 = 2/1. അപ്പൊ ഇത്തരം നമ്പേഴ്സിനാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. Similarly, we can define a rational function as the ratio of two polynomial functions p of x and q of x, where p and q are polynomials in x and q of x not equal to 0. ഇനി നമുക്ക് ഈ റാഷണൽ നമ്പറിനെ ഡിഫൈൻ ചെയ്തതുപോലെ റാഷണൽ ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ p of x ഡിവൈഡഡ് ബൈ q of x ഫോമിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ p of x ഉം q of x എന്തായിരിക്കും? പോളിനോമിയൽസ് ആയിരിക്കും. ഇനി താഴെയുള്ള q of x എന്നുള്ള ഫംഗ്ഷൻ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ ഇത്തരം ഫംഗ്ഷനാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. A rational function is known as proper if the degree of p of x is less than the degree of q of x. ഇനി ഒരു റാഷണൽ ഫംഗ്ഷനെ പ്രോപ്പർ എന്ന് പറയണമെങ്കിൽ നമ്മുടെ p of x ന്റെ ഡിഗ്രി എന്തായിരിക്കണം? q of x നേക്കാൾ ചെറുതായിരിക്കണം. എന്ന് പറയുമ്പോൾ മേലുള്ള ഫംഗ്ഷന്റെ ഡിഗ്രി ചെറുതും താഴെയുള്ള ഫംഗ്ഷന്റെ ഡിഗ്രി വലുതും ആണെങ്കിൽ നമ്മൾ അത്തരം റാഷണൽ ഫംഗ്ഷനെ പ്രോപ്പർ എന്ന് പറയും. ഇനി p of x by q of x എന്നുള്ള ഫംഗ്ഷനിലെ p of x ന്റെ ഡിഗ്രി വലുതും q of x ന്റെ ഡിഗ്രി ചെറുതും ആണെങ്കിൽ നമ്മൾ അത്തരം റാഷണൽ ഫംഗ്ഷനെ ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ സിമ്പിൾ ആയിട്ട് മേലുള്ള ഫംഗ്ഷന്റെ ഡിഗ്രി വലുതാണ്, താഴെയുള്ളതിൻ്റെ ചെറുതാണെങ്കിൽ നമ്മൾ അതിനെ ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ എന്നാണ് പറയുക. With the help of the long division process, we can reduce the improper rational functions to proper rational functions. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇംപ്രോപ്പർ ഫംഗ്ഷനെ പ്രോപ്പർ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലോങ് ഡിവിഷൻ മെത്തേഡ്. Therefore, if p of x by q of x is improper, then it can be expressed as p of x by q of x equal to a of x plus r of x by q of x. So നമുക്ക് തന്നിരിക്കുന്ന ഇംപ്രോപ്പർ റാഷണൽ ഫംഗ്ഷന് നമുക്കതിനെ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് p of x by q of x നെ സം പോളിനോമിയൽ ഫംഗ്ഷൻ a of x plus r of x by q of x എന്നുള്ള രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും.
ഇനി നമ്മുടെ റാഷണൽ ഫംഗ്ഷനെ ഈ രൂപത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് a of x is a polynomial in x. ഇവിടുത്തെ a of x എന്തായിരിക്കും? x എന്നുള്ള വേരിയബിളിൽ ഒരു പോളിനോമിയൽ ആയിരിക്കും. And r of x by q of x is a proper rational function. ഇവിടുത്തെ r of x by q of x എന്തായിരിക്കും? ഒരു പ്രോപ്പർ റാഷണൽ ഫംഗ്ഷൻ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ r of x ന്റെ ഡിഗ്രി ചെറുതും q of x ന്റെ ഡിഗ്രി എന്തായിരിക്കും? വലുതും ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന റാഷണൽ ഫംഗ്ഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷന്റെ ഫോംസ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. മേലെ ഒരു ഫസ്റ്റ് ഡിഗ്രിയും താഴെ ഒരു സെക്കൻഡ് ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ താഴെ തന്നിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രിയിൽ രണ്ട് ഡിഫറെന്റ് ഫാക്ടർ ആണ്. എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എ എന്നുള്ളത് ഒരു ഫാക്ടർ, എക്സ് മൈനസ് ബി എന്നുള്ളത് മറ്റൊരു ഫാക്ടർ. ഈ മെത്തേഡിൽ നമുക്ക് റാഷണൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്: a ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി. നെക്സ്റ്റ് പി എക്സ് പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഇവിടെ മേലെ ഫസ്റ്റ് ഡിഗ്രി, താഴെ സെക്കൻഡ് ഡിഗ്രി. താഴെ സെക്കൻഡ് ഡിഗ്രി അതിലെ ഫാക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എന്റെ എക്സ് മൈനസ് എ ആണ്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ മെത്തേഡ് ഇതാണ്: a ബൈ എക്സ് മൈനസ് എ പ്ലസ് b by x minus a whole square. ഇനി തേർഡ് ഫോമിൽ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറയുമ്പോൾ മേലെ ഒരു സെക്കൻഡ് ഡിഗ്രിയും താഴെ ഒരു തേർഡ് ഡിഗ്രിയും വന്നു. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ താഴെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്: a ബൈ എക്സ് മൈനസ് എ പ്ലസ് b ബൈ എക്സ് മൈനസ് ബി പ്ലസ് c ബൈ എക്സ് മൈനസ് സി. ഫോർത്ത് ടൈപ്പ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ബി. മേലെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്, താഴെ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതിൽ ഒരു ഫാക്ടർ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സ് മൈനസ് എ എന്നുള്ള ഫാക്ടർ ഇവിടെ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്: a ബൈ എക്സ് മൈനസ് എ പ്ലസ് b ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് c ബൈ എക്സ് മൈനസ് ബി. ഫിഫ്ത്ത് ടൈപ്പ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. മേലെ ഒരു സെക്കൻഡ് ഡിഗ്രിയും താഴെ ഒരു തേർഡ് ഡിഗ്രിയും വന്നു. താഴെയുള്ള തേർഡ് ഡിഗ്രിയിലെ ഈ സെക്കൻഡ് ഡിഗ്രിയെ വീണ്ടും നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റരുത്. എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്: എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി കാനോട്ട് ബി ഫാക്ടറൈസ്ഡ് ഫർദർ. എന്ന് പറഞ്ഞാൽ മീനിങ് ഈ സെക്കൻഡ് ഡിഗ്രിയെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ആക്കി ബ്രാക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റരുത്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്: a ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പൊ ഈ ടേബിൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെക്കുക. കാരണം ഈ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ 1 ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് മേലുള്ള ഫംഗ്ഷനും താഴെയുള്ള ഫംഗ്ഷനും എന്താണ്? പോളിനോമിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. ഇനി ഡിഗ്രി നമ്മൾ ചെക്ക് ചെയ്യാം. മേലുള്ളത് 1 എന്നുള്ളൊരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. നമുക്കറിയാം കോൺസ്റ്റന്റ് നമ്പറിന്റെ ഡിഗ്രി 0 ആണ്. എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. കോൺസ്റ്റന്റ് പോളിനോമിയൽ ഡിഗ്രി 0 ആണ്. അപ്പോൾ മേലുള്ള ഫംഗ്ഷന്റെ ഡിഗ്രി 0 ആണ്. താഴെ ഇവിടെ എക്സും എക്സും ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. താഴെ ഡിഗ്രി 2 ആണ്. സോ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്: നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇവിടേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് a ബൈ ഇതിലെ ഫസ്റ്റ് ബ്രാക്കറ്റ് എക്സ് മൈനസ് 3 പ്ലസ് ബി ബൈ ഇതിലെ സെക്കൻഡ് ബ്രാക്കറ്റ് എക്സ് പ്ലസ് 1 എഴുതാം. ഇനി എനിക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ a എന്നുള്ള നമ്പറും b എന്നുള്ള നമ്പറും ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ട്രിക്കാണ്. നോക്കൂ, നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: ഈ മേലുള്ള ന്യൂമറേറ്ററിനെ മാത്രം നമ്മൾ ഇവിടേക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഉള്ള a എന്നുള്ള നമ്പർ അവിടേക്ക് എഴുതി. എന്നിട്ട് എന്റെ താഴെ ഇവിടെ എന്താണോ ഉള്ളത് നോക്കുക, എക്സ് മൈനസ് 3. അതിനെ നമ്മൾ ഇവിടുന്ന് കവർ ചെയ്ത് പിടിക്കുക. അപ്പൊ ഇവിടെ എന്റെ താഴെയുള്ള എക്സ് മൈനസ് 3 ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എക്സ് പ്ലസ് 1 ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്റെ അടുത്ത് എഴുതാം. പ്ലസ് പിന്നെ നമ്മൾ ബി എഴുതി. ഇനി ബിന്റെ താഴെ എക്സ് പ്ലസ് 1 ആണെങ്കിൽ ആ എക്സ് പ്ലസ് 1നെ ഇവിടുന്ന് കവർ ചെയ്ത് പിടിക്കുക. ബാക്കി ഇവിടെ എന്താ ഉള്ളത് നോക്കാം, എക്സ് മൈനസ് 3. അത് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, എക്സ് മൈനസ് 3. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യാം.
ഇവിടുത്തെ എൻ്റെയും ബിന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, എന്റെ അടുത്തുള്ള ബ്രാക്കറ്റിലെ ടേമിന്റെ എക്സിന്റെ അടുത്തുള്ള നമ്പർ നോക്കാം. ഇത് +1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ കൂട്ട് ചെയ്യുക. സോ എക്സിന് നമ്മൾ എന്ത് ചെയ്യാം, -1 കൂട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, ലെഫ്റ്റ് സൈഡ് 1. നോക്കൂ, എക്സിന് -1 കൊടുക്കുമ്പോൾ ഇവിടെ -1 + 1 ഇത് 0 ആയോ? 0 × a അത് കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പൊ നമുക്ക് ഈ ടേം എഴുതണ്ട. പിന്നെ ഇവിടെ എന്താ വരിക, എക്സിന് -1 കൊടുക്കുമ്പോൾ -1 -3 -4 ആവും. -4 ഇപ്പൊ b × -4 എന്ന് വരും. എന്ന് പറയുമ്പോൾ -4b = 1. ഓക്കെ, -4b = 1. അപ്പൊ b നമുക്ക് എന്തായിരിക്കും കിട്ടുക, b = -1/4. ഇനി നമ്മൾ ബിന്റെ അടുത്തുള്ള ടേം നോക്കുക. ഇതിലെ എക്സിന്റെ അടുത്തുള്ള നമ്പർ -3 ആണ്. അപ്പൊ ഇത് 0 ആവാൻ വേണ്ടി നമ്മൾ എക്സിന് -3ന്റെ ഓപ്പോസിറ്റ് നമ്പർ 3 പുട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ എക്സിന് 3 പുട്ട് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ 1 തന്നെ ആയിരിക്കും. ഇവിടെ 3 പുട്ട് ചെയ്യുമ്പോൾ 3 + 1 ഇത് 4 ആവും. a × 4 എന്ന് വരും. ഇനി നോക്കൂ, ഇവിടെ 3 പുട്ട് ചെയ്യുമ്പോൾ 3 - 3 0 ആവും. 0 × b എന്ന് പറയുമ്പോൾ 0 ആയി പോകും. നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. നോക്കൂ, 4a = 1 കിട്ടി. ഓക്കെ, 4a = 1 ആണെങ്കിൽ a = നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 1/4. എൻ്റെയും ബിന്റെയും വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി ഈ ഇക്വേഷനിൽ എൻ്റെയും ബിന്റെയും വാല്യൂസ് നമ്മൾ റീപ്ലേസ് ചെയ്യാം. സോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും, 1/x + 3 x - 3 × x + 1 ഈക്വൽ ടു, നോക്കൂ ഇവിടെ a ആണുള്ളത്. എക്ക് നമുക്ക് എന്താണ് കിട്ടിയത്, 1/4. സോ 1/4 × ഇവിടെ എക്ക് 1/4 ആണ്. സോ 1/4 / x - 3 പ്ലസ്, ഇനി നോക്കൂ നമുക്ക് ഇവിടെ ബിക്ക് കിട്ടിയിട്ടുള്ളത് -1/4 ആണ്. സോ -1/4 / x - 1. സോ എൻ്റെയും ബിന്റെയും വാല്യൂസ് നമ്മളിവിടെ പുട്ട് ചെയ്തു. നോക്കൂ, ഈ 1/4 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4നെ താഴേക്ക് എഴുതാം. സോ 1/4 × 1/x - 3. നമുക്ക് ഈ പ്ലസ് മൈനസ് നമുക്ക് മൈനസ് ആക്കി എഴുതാം. ഈ 1/4 ഇവിടെ താഴേക്ക് എഴുതാം. 1/4 × 1/x - 1. ഓക്കെ, ഇത് നോക്കൂ, ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. 1/x - 3 × x + 1. ഇത് നോക്കൂ, നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതേ ഇക്വേഷൻ ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇതിനെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേഷന്റെ സൈൻ യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഞാൻ ഇന്റഗ്രേഷന്റെ സൈൻ ഒക്കെ യൂസ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ dx, ഇന്റഗ്രൽ dx, ഇന്റഗ്രൽ dx. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെയും ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നോക്കൂ, ഇവിടെ 1/4 കോൺസ്റ്റന്റ് ആണ്. 1/4 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ 1/x - 3 dx മൈനസ്, ഇവിടെ 1/4 കോൺസ്റ്റന്റ് ആണ്, ഞാൻ അതിനെ പുറത്തേക്ക് എടുത്തു. 1/x - 1 dx. സോ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇന്റഗ്രൽ 1/x dx ഈക്വൽ ടു log mod x plus c. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നോക്കൂ, നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷനിൽ യൂസ് ചെയ്യാം. സോ 1/4 × നോക്കൂ, ഇന്റഗ്രൽ 1/x ഫോമിലാണ് ഇതുള്ളത്. ഇവിടെ എക്സിന് പകരം x - 3 ആയി. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും, log mod എക്സിന് പകരം എന്ത് കൊടുക്കുക, x - 3 എന്ന് കൊടുക്കുക. log mod x - 3 പ്ലസ് c മൈനസ് 1/4 × ഇവിടെ ഇന്റഗ്രൽ 1/x ഫോമിലാണ് ഉള്ളത്. എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിൽ x - 1 ആക്കുക. അപ്പോൾ log mod x - 1 പ്ലസ് c. ഇവിടെ രണ്ട് കോൺസ്റ്റന്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നിനെ C1 ഉം ഒന്നിനെ C2 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇപ്പോൾ രണ്ടിലും 1/4 ഉണ്ട്. ഈ 1/4 ഞാൻ പുറത്തേക്ക് വെച്ചു. 1/4 × log mod x - 3 പ്ലസ്, ഇവിടെ മൈനസ് ആണുള്ളത്, സോ നമ്മൾ മൈനസ് കീപ്പ് ചെയ്തു. log mod
എക്സ് മൈനസ് വൺ. നോക്കൂ, ഇവിടെ ഒരു പ്ലസ് സി വൺ ഉണ്ട്, പ്ലസ് സി ടു ഉണ്ട്. സി വൺ പ്ലസ് സി ടു എന്ന് പറയുമ്പോൾ രണ്ട് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് പുതിയൊരു കോൺസ്റ്റന്റ് ആ കിട്ടുക. ഞാൻ അതിന് ജസ്റ്റ് സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, നമ്മളിവിടെ 1/4 പുറത്തേക്ക് എടുത്തു. ഈ ടേം മൈനസ് ഈ ടേം അതേപോലെ ഇവിടെ വെച്ചു. സി വൺ പ്ലസ് സി ടുവിന് ജസ്റ്റ് സി എന്ന് എഴുതി. ഇത് നോക്കൂ, 1/4 ഇൻറ്റു ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിലാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ഇതാണ്. ലോഗ് എ മൈനസ് ലോഗ് ബിനെ നമുക്ക് ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. ഓക്കെ, ലോഗ് എ മൈനസ് ലോഗ് ബിനെ ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. സോ ലോഗ് മോഡ് എക്സ് മൈനസ് 3 മൈനസ് ലോഗ് മോഡ് എക്സ് മൈനസ് 1നെ ലോഗ് മോഡ് എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 എഴുതാം. ഓക്കെ, പ്ലസ് സി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.